ഹായ് ഓൾ, മാനിഫെസ്റ്റ് വിത്ത് അനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അതെ, നമ്മളൊക്കെ മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ള ആളുകളെ പരിഗണിക്കാനും ഒരുപാട് സമയം കണ്ടെത്താറുണ്ട് അല്ലേ? എന്നാലേ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. എന്നെങ്കിലും നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളെ തന്നെ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്? അതെ, അവസാനമായിട്ട് നിങ്ങൾ എപ്പോഴാണ് നിങ്ങളെ ഒന്ന് അഭിനന്ദിച്ചത് ഓർക്കുന്നുണ്ടോ? മിക്കവാറുമേ നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരുടെയൊക്കെ വിജയങ്ങൾ കണ്ടിട്ട് നമ്മുടെ ജീവിതത്തെ കുറ്റപ്പെടുത്തുകയാണ്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുമ്പോഴേ ലോകം നിങ്ങളെ സ്നേഹിക്കുകയുള്ളൂ. ഈ പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് നമ്മൾ നമ്മളെ സ്നേഹിക്കാതെ പ്രപഞ്ചത്തോട് എന്ത് ചോദിച്ചിട്ടും കാര്യമില്ല. കാരണം പ്രപഞ്ചം നമ്മൾ നൽകുന്ന സ്നേഹമേ തിരിച്ചു നൽകൂ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സെൽഫ് ലവ് അഥവാ സ്വയം സ്നേഹിക്കലിനെ കുറിച്ചാണ്. എന്താണ് ഈ സ്വയം സ്നേഹിക്കൽ? നമുക്ക് നോക്കിയാലോ. ഒരു ഒഴിഞ്ഞ കപ്പിൽ നിന്ന് നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ചായ പകർന്നു കൊടുക്കാൻ കഴിയുമോ? ഇല്ലല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള സ്നേഹം. നമ്മുടെയൊക്കെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞാൽ മാത്രമേ അത് നമുക്ക് മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു നൽകാൻ കഴിയുകയുള്ളൂ. സ്വയം സ്നേഹിക്കുക എന്നത് ഒരിക്കലും ഒരു സ്വാർത്ഥതയല്ലെന്നേ. നമ്മുടെ കുറവുകളെ നമ്മൾ ആദ്യം അങ്ങ് അംഗീകരിക്കുക. മറ്റുള്ളവരുമായി നമ്മൾ നമ്മളെ തന്നെ താരതമ്യം ചെയ്യുന്നത് നിർത്തുക. നമ്മളെ എങ്ങനെ കാണുന്നുവോ അങ്ങനെയാണ് ലോകം നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നത്, ലോകം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനോടും മനസ്സിനോടുമൊക്കെ നമ്മൾ കരുണ കാണിക്കുക. നമ്മുടെ ഈ ശരീരമേ ആത്മാവിന് താമസിക്കാനുള്ള ഒരിടമാണ്. അതിനെ കുറ്റപ്പെടുത്തുന്ന അങ്ങ് നിർത്തുക. കറുത്തതാണെന്നും തടിച്ചതാണെന്നും ഉള്ള പരാതികളൊക്കെ നമ്മുടെ വൈബ്രേഷനെ വല്ലാതെ അങ്ങ് കുറയ്ക്കും. സ്വയം സ്നേഹിക്കാൻ കുറച്ച് ലളിതമായിട്ടുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. പോസിറ്റീവ് സെൽഫ് ടോക്ക്. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുമ്പോൾ നല്ല വാക്കുകൾ ഉപയോഗിക്കുക. ലോ ഓഫ് അട്രാക്ഷനിൽ ഏറ്റവും പ്രധാനം ഫീൽ ഗുഡ് എന്നതാണ്. നിങ്ങൾ സന്തോഷവാനായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. പിന്നെ ബൗണ്ടറികൾ നിശ്ചയിക്കുക. നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന കാര്യങ്ങളോട് നോ പറയാൻ പഠിക്കുക. അത് ആരുമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അതിനോട് നോ പറയുക. നിങ്ങളുടെ സമാധാനത്തിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകേണ്ടത്. പിന്നെ സെൽഫ് കെയർ റൊട്ടീൻ. ദിവസവേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുക. വെറുതെ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ വായിക്കുക, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇഷ്ടം വെറുതെ ഇരിക്കാനായിരിക്കും. ഒരു 15 മിനിറ്റെങ്കിലും സ്വന്തമായി നമുക്ക് വേണ്ടി മാറ്റിവെക്കുക. ഈ സെൽഫ് ലവും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷനും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അതെന്താണ്? നമ്മളുടെ വൈബ്രേഷൻ ഉയർത്താനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് സ്വയം സ്നേഹിക്കുക, അല്ലേ? അപ്പോൾ നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഹൈ ആവും. ഈ അവസ്ഥയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തു കാര്യവും നമ്മളിലേക്ക് വളരെ വേഗത്തിൽ ആകർഷിക്കപ്പെടും. ഇതാണ് മാനിഫെസ്റ്റേഷനും സെൽഫ് ലവും തമ്മിലുള്ള കണക്ഷൻ. നിങ്ങൾ എപ്പോഴെങ്കിലും വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ ക്ലോക്കിലോ അതുപോലെ തന്നെ വണ്ടിയുടെ നമ്പറിലോ 1111, 222, 555 എന്നിങ്ങനെ നമ്പറുകളൊക്കെ കാണാറുണ്ടോ? അതെ, പ്രപഞ്ചം നിങ്ങളോട് നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതാണ്. പ്രപഞ്ചം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നേ. നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി കുറച്ച് തടസ്സങ്ങളൊക്കെ ഇല്ലേ? അതിനെ നമുക്കെങ്ങനെ മാറ്റാമെന്ന് നോക്കാം. ഭൂതകാലത്തെ അങ്ങ് മറന്നു കളയുക. പഴയ പരാജയങ്ങളും അതുപോലെ തന്നെ പഴയ നമ്മുടെ ദുഃഖങ്ങളും ഇതൊക്കെ മറന്നു കളയുക. അതൊന്നും ഇന്നത്തെ ദിവസത്തെ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും അനുവദിക്കരുത്. പഴയ എല്ലാ കാര്യങ്ങളോടും നമ്മൾ അങ്ങ് ക്ഷമിക്കുക. പിന്നെ ടോക്സിക്കായ ആളുകളെ മാറ്റി നിർത്തുക. നിങ്ങളെ എപ്പോഴും തളർത്തുന്ന സുഹൃത്തുക്കളുണ്ടാവാം, ബന്ധുക്കളുണ്ടാകാം. എങ്കിൽ അവരിൽ നിന്നും കുറച്ച് അകലം പാലിക്കുക. അത് സ്വാർത്ഥതയല്ല, നമ്മുടെ സമാധാനത്തിനുള്ള ഒരു മാറ്റമാണ്.
പിന്നെ ക്ഷമ വേണം കേട്ടോ. മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് നടന്നില്ലെങ്കിൽ നിരാശപ്പെടരുത്. ചില ആളുകളുണ്ട്, അയ്യോ ഇത്രയും ഞാൻ ചെയ്തിട്ടും എന്നിൽ മാത്രം എന്താണ് മാനിഫെസ്റ്റേഷൻ നടക്കാത്തത് എന്ന് ചിന്തിക്കുന്നവരല്ലേ. വിശ്വസിക്കുക, ശരിയായ സമയത്ത് അത് നിങ്ങളെ തേടി വരും. ഓർക്കുക, ഈ ലോകത്ത് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം നിങ്ങളാണ്. ഇന്നു മുതൽ നിങ്ങളോടുകൂടി കുറച്ച് സ്നേഹം കാണിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ കമൻറ്റ് ബോക്സിൽ ഒരു ലവും കൂടി ഇട്ടോളൂ. നിങ്ങളുടെ സെൽഫ് ലവ് ജേണി ഇന്ന് തന്നെ തുടങ്ങും. കൂടുതൽ വീഡിയോകൾക്കായി മാനിഫെസ്റ്റ് വിത്ത് ആനി ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു.